സീരിയൽ താരദമ്പതികളാണ് അശ്വതിയും രാഹുലും. അഭിനയത്തിലേക്ക് എത്തും മുന്നേ പ്രണയിച്ചു തുടങ്ങിയ ഇവരുടെ പ്രണയം മുട്ടിട്ടത് കോവിഡ് കാലത്തായിരുന്നു. പിന്നീട് സീരിയലിലേക്കെത്തിയ ഇരുവരും എന്നും സമ്മതം എന്ന പരമ്പരയിൽ നായികാനായകന്മാരാവുകയും വിവാഹം കഴിക്കുകയും ചെയ്തു. അതിനുശേഷം നിരവധി പ്രശ്നങ്ങളും വിവാദങ്ങളുമെല്ലാം ഉണ്ടായെങ്കിലും പരസ്പരം താങ്ങായി ഇരുവരും നിന്നു. അതിനിടെയാണ് അശ്വതിയുടെ അച്ഛന് ക്യാൻസർ കണ്ടുപിടിക്കുന്നതും 1 മാസത്തിനിപ്പുറം മരണം സംഭവിക്കുന്നതും. തികച്ചും അപ്രതീക്ഷിതമായ ആ വേർപാട് കുടുംബത്തിൻ്റെ സാമ്പത്തിക നില തന്നെ തകരാറിലാക്കിയിരുന്നു. എന്നാൽ അതിനുശേഷം ജീവിതം പതുക്കെ വീണ്ടും തുടങ്ങിയ അശ്വതിക്ക് വഴികാട്ടിയായത് അച്ഛൻ പറഞ്ഞു നൽകിയ വാക്കുകളായിരുന്നു. ഇന്ന് ആ വഴിയിലൂടെ തനിക്ക് നഷ്ടപ്പെട്ടു പോയതെല്ലാം പതിയെ തിരിച്ചു പിടിക്കുകയാണ് അശ്വതി. ആ സന്തോഷം പങ്കുവച്ച് നടി സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. 2023 അശ്വതി സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങുന്നത്. എല്ലാവരും പറയും പോലെ വലിയ ആഗ്രഹത്തോടെയോ പ്രതീക്ഷകളോടെയോ ഒന്നുമായിരുന്നില്ല അതിൻ്റെ തുടക്കം. അച്ഛൻ്റെ ഉപദേശമാണ് അശ്വതിക്ക് വഴികാട്ടിയായത്. ജോലിയിലൂടെ കിട്ടുന്ന വരുമാനത്തിന് പുറമെ സ്വന്തമായി ഒരു വരുമാനം സെറ്റ് ചെയ്ത് വെക്കണം എന്ന അച്ഛൻ്റെ വാക്കുകളിലൂടെയാണ് ഓൺലൈൻ ബിസിനസ് തുടങ്ങുന്നത്. എന്നാൽ അതെവിടെ എങ്ങനെ തുടങ്ങണം എന്നൊന്നും അന്ന് വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല. എങ്കിലും അച്ഛൻ പറഞ്ഞതുകൊണ്ട് തുടങ്ങുകയായിരുന്നു. അപ്പോഴൊന്നും ഓൺലൈൻ ബിസിനസ്സുകൾ അത്രയ്ക്കങ്ങ് ഉണ്ടായിരുന്നുമില്ല. എങ്കിലും അഭിനയ രംഗത്തൂടെ പരിചയപ്പെട്ട കുറച്ചു പേരെങ്കിലും തൻ്റെ കസ്റ്റമേഴ്സായി ഉണ്ടാകും എന്ന പ്രതീക്ഷയുടെ പുറത്താണ് അശ്വതി തൻ്റെ ബിസിനസ് തുടങ്ങിയെങ്കിലും അത്ര നന്നായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ അശ്വതിക്ക് കഴിഞ്ഞുമില്ല. അതുകൊണ്ട് തന്നെ പതുക്കെ മടിക്കുകയും ചെയ്തു. അങ്ങനെയിരിക്കെയാണ് അച്ഛന് ക്യാൻസർ തിരിച്ചറിയുന്നതും 1 മാസത്തിനിപ്പുറം അപ്രതീക്ഷിതമായി മരണം സംഭവിക്കുന്നതും. മാനസികമായി തകർന്നു നിൽക്കുന്ന ആ സമയത്താണ് അശ്വതിക്ക് ജോലി നഷ്ടപ്പെട്ടതും വരുമാനം തന്നെ ഇല്ലാതാകുന്നതും. ഒരു ഹോസ്പിറ്റൽ കേസ് വന്നാൽ തീരാവുന്ന സമ്പാദ്യമായിരുന്നു നമ്മുടേതെല്ലാം എന്ന് തിരിച്ചറിഞ്ഞ നാളുകൾ കൂടിയായിരുന്നു അശ്വതിക്കത്. അച്ഛൻ പോയ ശേഷമാണ് അച്ഛൻ പറഞ്ഞ ഓരോ വാക്കുകളും എത്ര അർത്ഥവത്തായിരുന്നുവെന്ന് മനസ്സിലായത്. അതുകൊണ്ട് തന്നെ കുടുംബത്തെ പിടിച്ചു നിർത്തുവാനും മുന്നോട്ടു പോകുവാനും നിർത്തിവച്ച ബിസിനസ് പുനരാരംഭിക്കുകയായിരുന്നു. വാങ്ങിവച്ചിരുന്ന സ്റ്റോക്ക് മുഴുവൻ വാങ്ങിയ വിലയ്ക്ക് തന്നെ വിൽക്കുകയും ചെയ്തു. അന്ന് അതിൻ്റെ കസ്റ്റമേഴ്സിനെയാണ് തൻ്റെ പ്രോഫിറ്റാക്കി അശ്വതി കണ്ടത്. പതുക്കെ ബിസിനസ് വിപുലമാക്കുകയായിരുന്നു. ഇന്ന് ആഭരണവും വസ്ത്രങ്ങളുമെല്ലാം ഓൺലൈനായി ബിസിനസ് ചെയ്യുകയാണ് അശ്വതി. എല്ലാത്തിനും പിന്തുണയായി രാഹുലും ഒപ്പമുണ്ട്. അതിനിടെ അഭിനയ രംഗത്തേക്ക് വീണ്ടും തിരിച്ചെത്തുകയും ചെയ്തിരുന്നു. ഇടയ്ക്ക് ഒരു ലൈവിൽ തങ്ങൾ നേരിട്ട പ്രശ്നങ്ങളെല്ലാം അശ്വതിയും രാഹുലും തുറന്നു പറയുകയും തങ്ങൾക്ക് ഒരു കുഞ്ഞിനെ പോലും നഷ്ടപ്പെടുകയും ചെയ്തുവെന്നും ഇരുവരും പറഞ്ഞിരുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.